സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമായ റിസ്കിനെ പറ്റിയാണ് നമ്മൾ ഈ സെഷനിൽ പ്രതിപാദിക്കുക. ടോട്ടൽ റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നാലെന്ത്, റിസ്കിൻ്റെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ്, അതേപോലെ തന്നെ മീൻ വേരിയൻസ് അനാലിസിസ്, റിസ്കിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുക, റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്നാലെന്ത്, ഇവയൊക്കെയാണ് നമ്മൾ പഠിക്കുക. റിസ്കിനെ നമ്മൾക്ക് സാധാരണഗതിയിൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ പറയുന്ന ഉദാഹരണത്തിലൂടെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്കൂട്ടർ ഓടിച്ച് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത, ആ സാധ്യതയാണ് റിസ്ക് എന്ന അവസ്ഥാവിശേഷത്തിൽ കൂടെ സൂചിപ്പിക്കുക. അപ്പോൾ ആ അവസ്ഥ നിലനിൽക്കുന്നു, നമ്മൾക്ക് അപകടം വരാണ്ടിരിക്കട്ടെ. അപ്പോൾ അപകടത്തിൻ്റെ ആ തോത്, നിലനിൽക്കുന്ന റിസ്ക് ഫാക്ടറിൻ്റെ തോത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള ഒരു ഉപാധിയാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കുക, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കുക, റോഡിലുള്ള സൈൻ ബോർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുക, നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക, അമിതമായ സ്പീഡിൽ വണ്ടി ഓടിക്കാണ്ടിരിക്കുക മുതലായ കാര്യങ്ങൾ. ഇതേ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. സെക്യൂരിറ്റി എന്ന വാക്ക് പാറാവുകാരൻ എന്നുള്ള അർത്ഥമുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിൽ പാറാവുകാരൻ എന്നുള്ളതല്ല ഈ കോണ്ടെക്സ്റ്റിൽ അർത്ഥമാക്കുക. ഈ കോണ്ടെക്സ്റ്റിൽ അർത്ഥമാക്കുക സാമ്പത്തിക ഉപകരണങ്ങളെയാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുക. ഞാൻ എൻ്റെ ഹോം ലോൺ എടുക്കുമ്പോൾ ബാങ്ക് സെക്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ കൊളാറ്ററലായിട്ട് യൂസ് ചെയ്യുക എൻ്റെ വീട് തന്നെയാണ്. ഞാൻ ലോൺ അടയ്ക്കാണ്ടിരിക്കുമ്പോൾ ബാങ്കിനുള്ള അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അപ്പോൾ എന്തായിട്ട് മാറുന്നു? മുന്നേ ആ ലോൺ കോൺട്രാക്റ്റ് സൈൻ ചെയ്തപ്പോൾ ഞാൻ വീട് ഞാൻ ലോണ് അടച്ച് പൂർണ്ണമായിട്ട് തീരുമ്പോൾ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥാവകാശം മുഴുവനുമായിട്ട് എനിക്ക് ലഭിക്കുക. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ബാങ്കുകാർക്ക് സർഫേസി ആക്ട് പ്രകാരം അത് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ വീട് ബാങ്കുകാർക്ക് ഒരു സെക്യൂരിറ്റി ആകും. ബൈക്ക് ലോണിൻ്റെ കാര്യത്തിൽ ബൈക്ക് ബാങ്കുകാർക്ക് ഒരു കൊളാറ്ററൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആകും. ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്സ് ഒരു സെക്യൂരിറ്റിയാണ്. ഇറ്റ് ഈസ് ട്രേഡബിൾ, ഇറ്റ് ഈസ് മാർക്കറ്റബിൾ. അപ്പോൾ എന്താണ് സെക്യൂരിറ്റീസ്? വ്യാപാരം ചെയ്യാവുന്ന സാമ്പത്തിക ഉപകരണങ്ങളെയാണ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വ്യാപാരം ചെയ്യാവുന്ന എന്ന് പറയുമ്പോൾ ഞാൻ വിറ്റ് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ഒരാളുണ്ട്, ഒരാൾ വിറ്റതുകൊണ്ടാണ് എനിക്ക് വാങ്ങിക്കാൻ സാധിക്കുക. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ക്രയവിക്രയങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് എൻ്റെ സ്റ്റോക്ക് ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോക്ക് എനിക്ക് വിറ്റിട്ട് ക്യാഷ് ആക്കാനായിട്ടുള്ള എൻ്റെ ഉദ്യമത്തിൽ ഞാൻ വിൽക്കാനായിട്ട് ഇന്ന റേറ്റിൽ ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. ആ റേറ്റിൽ വാങ്ങിക്കാൻ ആളുള്ളപ്പോഴാണ് എൻ്റെ സ്റ്റോക്ക് കച്ചവടമാകുക. അല്ലെങ്കിൽ നിലവിൽ എന്ത് റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ റേറ്റിൽ വിൽക്കാം, വാങ്ങിക്കാനായിട്ട് ആളുണ്ടാവും. മാർക്കറ്റബിൾ എന്ന വാക്കും ട്രേഡബിൾ എന്ന വാക്കും പര്യായ പദപ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് അത് മാർക്കറ്റബിൾ ആണ് അല്ലെങ്കിൽ ട്രേഡബിൾ ആണെന്ന് പറയുമ്പോൾ അതിൽ നിക്ഷിപ്തമായ രണ്ട് ഘടകങ്ങളാണ് ബൈ ആൻഡ് സെൽ എന്ന ഓപ്ഷൻസ്. അതിനെയാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ ട്രേഡബിൾ സെക്യൂരിറ്റി എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ട്രേഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റബിൾ ആയിട്ടുള്ള സാമ്പത്തിക ഉപകരണങ്ങളെ സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നു. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ഷെയർസ് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്, ഡെറിവേറ്റീവ്സ്, ഇവയൊക്കെ സെക്യൂരിറ്റീസിന് ഉദാഹരണങ്ങളാണ്. നമ്മളുടെ ഈ ടോപ്പിക്കിൽ സാമ്പത്തിക ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ
റിസർച്ചും അനാലിസിസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി അനാലിസിസ് നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധാരണ മെത്തേഡാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിസ്ഥാന വിശകലനം. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ സാമ്പത്തിക ബാക്കിയുള്ള റിപ്പോർട്ടുകൾ, അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി, അവരുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി, അവരുടെ ഗുഡ് വിൽ, അവരുടെ കോമ്പറ്റീറ്റേഴ്സ്, ഇവയെല്ലാം നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില റേഷ്യോസൊക്കെ ഉപയോഗിച്ച് നമ്മൾ എൻ്റർപ്രൈസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, EV to EBITDA റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പല കാൽക്കുലേഷൻസ്, ഇതൊക്കെ വാല്യുവേഷൻ മെത്തേഡ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സ് വെച്ച് നമുക്ക് ചില മാർക്കറ്റ് ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ചില പ്രവചനങ്ങൾ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഭാഗമായി ഞാൻ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ ഇതിനേക്കാൾ കുറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ ഇസ് ദ ബെസ്റ്റ് പ്രൈസ് ടു ബൈ ദ സ്റ്റോക്ക് എന്ന് എനിക്ക് മനസ്സിലാകുക ഞാൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയതുകൊണ്ടാണ്. ഇനിയും സെക്യൂരിറ്റി അനാലിസിസ് നടത്തുമ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് പോലെ തന്നെ എല്ലാവരും അല്ലാതെ കൂടുതൽ ജനപ്രീതി നേടിയ വളരെ ടൈം കൺസ്യൂമിങ് അല്ലാത്ത ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ് ടെക്നിക്കൽ അനാലിസിസ്. ഇതിനെ സാങ്കേതിക വിശകലന രീതി എന്ന് മലയാളത്തിൽ പറയാം. ചാർട്ട്സ് നോക്കുക, ഡയഗ്രാംസ് നോക്കുക, ഗ്രാഫ്സ് നോക്കിയിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്സ് എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ എപ്പോഴാണ് വാങ്ങിക്കേണ്ടത്, എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്, വാങ്ങണോ വേണ്ടായോ എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന അനലിറ്റിക്കൽ മെത്തേഡാണ് ടെക്നിക്കൽ അനാലിസിസ്. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ് ഉണ്ട്, മൂവിങ് ആവറേജ് ഉണ്ട്, ബൊളിഞ്ചർ ബാൻഡ്സ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് നമുക്ക് പഠിക്കാനില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. MACD പഠിക്കാനുണ്ട്, മൂവിങ് ആവറേജ്, കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് മെത്തേഡ്. അപ്പോൾ ഇവ ടെക്നിക്കൽ അനാലിസിസിലെ ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ അപേക്ഷിച്ച് ചില സൂചനകളെ അടിസ്ഥാനമാക്കി ഒരു ഇൻവെസ്റ്റർ എടുക്കുന്ന തീരുമാനമാണ്. ഒരു കമ്പനിയെ നമ്മൾ ആഴത്തിൽ പഠിക്കുന്നില്ല. ഫണ്ടമെൻ്റൽ അനാലിസിസിലാണെങ്കിൽ ഒരു കമ്പനിയെ നമ്മൾ ആഴത്തിൽ പഠിച്ചതിന് ശേഷം ആ കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഇന്നേറ്റ് വാല്യൂ, ഹൗ മച്ച് ഡസ് ദിസ് ആക്ച്വലി കോസ്റ്റ് എന്നുള്ള അവസ്ഥയിലെത്തും. അപ്പോൾ അത് നല്ലതാണ്. ചിലർ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കുറേ നാളത്തേക്ക് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നടത്തി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ്, അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് ആ സ്റ്റോക്സ് വിൽക്കാണ്ട് നമ്മൾക്ക് ഡിവിഡൻസ് തരികയും ആ സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഞാൻ ഓർക്കുകയാണ് 2008-10 കാലഘട്ടത്തിൽ MRFൻ്റെ സ്റ്റോക്ക് 2000 താഴെയായിരുന്ന സമയത്ത് ഞാനത് വാങ്ങിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി വിറ്റിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സ്റ്റോക്കാണ് MRF. 90,000 അത് ടച്ച് ചെയ്തിരുന്നു. കോവിഡ് കഴിഞ്ഞ ജാനുവരിയിൽ, അതോ ഈ ജാനുവരിയുടെ തുടക്കത്തിലാണോ, 90,000ഓളം അത് ടച്ച് ചെയ്തിരുന്നു, ഓൾ ടൈം ഹൈ ആയിട്ട്, എന്നുവെച്ചാൽ 1,00,000 അപ്പോൾ 10 സ്റ്റോക്സ് ഞാൻ ഇപ്പോഴും വെച്ചിരുന്നു എങ്കിൽ ഞാൻ ഈസി ആയിട്ട് 9 to 10 lakhs വെറും 10 സ്റ്റോക്സ് കൈവശം വയ്ക്കുന്നതോടുകൂടി സമ്പാദിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റോക്സിനും അതിന് പൊട്ടൻഷ്യലുണ്ട് MRFൻ്റെ പോലെ തന്നെ അത്ര വലിയൊരു വാല്യുബിൾ സ്റ്റോക്കായിട്ട് മാറാനായിട്ട്. ഇനി നമുക്ക് റിസ്ക് എന്ന ഫാക്ടറിലേക്ക് തിരിച്ചു വരാം. ടോട്ടൽ റിസ്ക് എന്നുള്ളൊരു ഫാക്ടറിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് റിസ്കിനെ ക്ലാസിഫൈ ചെയ്യാം. മൊത്തമായിട്ടുള്ള റിസ്കിൽ
രണ്ട് ഘടകങ്ങളുണ്ട്. അതിനെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്നും അൺസിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ നോൺ സിസ്റ്റമാറ്റിക് റിസ്ക് എന്നും പറയാം. രണ്ടും ശരിയായിട്ടുള്ള ഉപയോഗങ്ങളാണ്. ഇപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വിളിക്കപ്പെടുന്ന ആ ഘടകം അത് മാർക്കറ്റ് റിസ്കിനെ സൂചിപ്പിക്കുന്നു. നോൺ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വിളിക്കപ്പെടുന്ന ആ ഘടകം ഒരു കമ്പനി, ഇറ്റ് സ്പെസിഫിക് ടു വൺ പെർട്ടിക്കുലർ സ്റ്റോക്ക് സൂചിപ്പിക്കുന്നു. അപ്പോൾ ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക്കും അല്ല പ്ലസ് ഇൻഡിപെൻഡൻറ്റ് കമ്പനിയുടെ റിസ്ക്കാണ്. അപ്പോൾ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഈ അൺസിസ്റ്റമാറ്റിക് റിസ്കിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സിസ്റ്റമാറ്റിക് റിസ്കിന് നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റുമോ? നമുക്ക് പരിശോധിക്കാം. ഒരു ഇൻവെസ്റ്ററായിട്ടുള്ള എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ, വൈഡ് റേഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒറ്റ പദമാണ് പോർട്ട്ഫോളിയോ, മറക്കരുത്. ഇത് എപ്പോഴും മനസ്സിൽ കുറിച്ചിടുക. A wide range of investment products or wide range of investments is called a portfolio. അപ്പോൾ ഞാനൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് അതിൽ MRF ഉണ്ട്, HDFC ഉണ്ട്, SBI ഉണ്ട്, അപ്പോളോ ഹോസ്പിറ്റൽസ് ഉണ്ട്, ICICI ഉണ്ട്, അങ്ങനെ കിറ്റെക്സ് ഉണ്ട്. അങ്ങനെ 6 സ്റ്റോക്കുകൾ എനിക്കുണ്ട്. ഈ 6 സ്റ്റോക്സും 6 കമ്പനികളാണ്. അപ്പോൾ അത് വൈവിധ്യമാർന്ന ഒരു പോർട്ട്ഫോളിയോ ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. ഇതിന് പകരം ഞാൻ ICICIയുടെ തന്നെ ഒരു 100 സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല, ഒരൊറ്റ സ്റ്റോക്കാണുള്ളത്. ആ സ്റ്റോക്കിന് റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതേസമയം ഞാൻ 6 ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ സ്റ്റോക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. 100 സ്റ്റോക്കിന് പകരം, ഒരു കമ്പനിയുടെ 100 സ്റ്റോക്കിന് പകരം 6 കമ്പനിയിൽ ആ 100 എണ്ണം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് നിക്ഷേപിക്കാൻ തന്നിരിക്കുന്ന തുക ഞാൻ ഈ 6 കമ്പനിയിൽ ഞാൻ നിക്ഷേപിക്കുകയാണ്. ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും നടത്തിയതിന് ശേഷം. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഗോൾഡൻ തമ്പ് റൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നു. എന്താണ് ഗോൾഡൻ റൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഡു നോട്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ ദ സെയിം ബാസ്ക്കറ്റ്. നമ്മളെല്ലാ മുട്ടയും ഒരു കുട്ടയിൽ ഇട്ടിട്ട് നമ്മൾ തലയെ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആ ഒരു കുട്ട തറ വീണില്ലെങ്കിൽ എക്സലൻറ്റ്. ഇനി ആ കുട്ട തറ വീണ് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള എല്ലാ മുട്ടയും പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പകരം പല കുട്ടകളിലാക്കി പലരെ അത് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കുട്ടയിലെ മുട്ട പൊട്ടിപ്പോയാലും ബാക്കിയുള്ള കുട്ടകൾ സേവ് ആകും. ഇതുതന്നെയാണ് നമുക്ക് റിസ്ക് എന്ന ഫാക്ടർ എടുക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എങ്ങനെയാണ് നമുക്ക് റിസ്ക് കുറയ്ക്കാൻ സാധിക്കുക? റിസ്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് റിസ്കിനെ മാർക്കറ്റ് റിസ്ക് എന്ന് വിളിക്കാം. അത് നമുക്കൊരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് സാമ്പത്തിക മാന്ദ്യം അഥവാ റിസഷൻ സംഭവിക്കുമ്പോൾ ആളുകളുടെ പർച്ചേസിങ് പവർ ഗണ്യമായിട്ട് കുറയും. ഇത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. റിസഷൻ നമ്മുടെ കയ്യിലുള്ള കാര്യമാണോ? അല്ല. നേരെ മറിച്ച് നോൺ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒരു ഇൻഡിവിജ്വൽ കമ്പനിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ റിസ്കിൻ്റെ അനുപാതത്തെ ഗണ്യമായി കുറയ്ക്കാം. ഒരു കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് മാത്രമായിരിക്കും ഇടിഞ്ഞ് താഴോട്ട് പോവുക. അതേസമയം ബാക്കിയുള്ള 5 സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് അതേപോലെ തന്നെ ഇടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണത്തില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു കുട്ടയിലെ മുട്ടയെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഇതും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. ഇനിയും സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെയും നോൺ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെയും സബ് ക്ലാസിഫിക്കേഷനിൽ മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഉണ്ട്, പർച്ചേസിങ് പവർ റിസ്ക് ഉണ്ട്. മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ്, പർച്ചേസിങ് പവർ റിസ്ക് സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസാണ്. മാർക്കറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ
ഒതുങ്ങുന്ന കാര്യമല്ല. ഇക്കണോമിക് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇക്കണോമിക് പോളിസി, ഗവൺമെൻറ് പോളിസി, പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്, ഗ്ലോബൽ ഡിമാൻഡ് സപ്ലൈ റേഷ്യോസ്, ഇവയെല്ലാം ആസ്പദമാക്കിയിട്ട് ആണ് മാർക്കറ്റിലുള്ള കറക്ഷൻസ് നടക്കുക. ഇത് നമുക്ക് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതേപോലെ തന്നെ പലിശ നിരക്കുകൾ. ആഗോള വിപണിയിൽ കറൻസി വാല്യൂവിന് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. മൂന്നാമത്തേത് പർച്ചേസിങ് പവർ റിസ്ക്. അത് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് പർച്ചേസിങ് പവർ? ഞാനൊരു കസ്റ്റമറാണ്. എൻ്റെ കയ്യിൽ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പൈസ കുറച്ച് അധികം മാറ്റി വയ്ക്കാൻ സാധിക്കുന്നു, ദിവസ ചിലവുകളും അതിനൊക്കെ ശേഷം, ആ ചിലവുകൾക്ക് ശേഷം എനിക്ക് പൈസ മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. വിച്ച് മീൻസ് ആസ് എ കസ്റ്റമർ ദ ബൈയിങ് പവർ വെസ്റ്റ്സ് ഇൻ മീ, resulting in demand for a product, and because of which companies keep manufacturing products that are available in the market for me to purchase again and again. നേരെ മറിച്ച് റിസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്ന അവസ്ഥയിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് കരുതുക. ജോലിയില്ലാത്ത അവസ്ഥയിൽ എനിക്ക് പൈസ കിട്ടുന്നില്ല, വരുമാനമില്ല. അപ്പോൾ കയ്യിലിരിക്കുന്ന എൻ്റെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ചിലവ് ചുരുക്കുന്നു. എപ്പോഴാണ് അടുത്ത ജോലി കിട്ടുക എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ പർച്ചേസിങ് പവർ ഇല്ലാണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനെ തട്ടിച്ച് നോക്കാം. എന്താണ് ഇൻഫ്ലേഷൻ? സാധനങ്ങളുടെ വില, അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കയറുമ്പോൾ ജനജീവിതം ദുസ്സഹമായിട്ട് മാറുന്ന അവസ്ഥയാണ്. ഇനി നമുക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ സബ് ക്ലാസിഫിക്കേഷനിലോട്ട് നമുക്ക് കടക്കാം. ബിസിനസ് റിസ്ക്, റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് അല്ലെങ്കിൽ പുനർനിക്ഷേപക റിസ്ക്, ബെയർ ആൻഡ് ബുൾ മാർക്കറ്റ് റിസ്ക്, മാനേജ്മെൻറ്റ് റിസ്ക്, ഡീഫോൾട്ട് റിസ്ക്, എക്സ്ചേഞ്ച് റിസ്ക് എന്നിവയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പഠനത്തിന് വയ്ക്കുന്ന ക്ലാസിഫിക്കേഷൻസ്. അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ ബിസിനസ് റിസ്ക്, ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. നമ്മുടെ ബിസിനസ്സിനെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആ ഘടകങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, എക്കണോമിക് പോളിസിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഗവൺമെൻറ് പോളിസിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ബിസിനസ്സിനെ ഏതെല്ലാം രീതിയിൽ ബിസിനസ് സൈക്കിളിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക്കാണ് ബിസിനസ് റിസ്ക്. പുനർനിക്ഷേപക റിസ്ക് അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്, പ്രത്യേകിച്ച് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ബോൺസ് പോലുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസാണ്. ഞാനൊരു ബോണ്ട് എടുത്തു. ആ ബോണ്ട് 3 വർഷത്തേക്കായിരുന്നു. ബോണ്ടിൻ്റെ മച്യൂരിറ്റി പീരീഡിൽ ഞാൻ നോക്കുക എൻ്റെ ഈൽഡ് ടിൽ മച്യൂരിറ്റി YTM ആണ്. ഞാൻ വാങ്ങിച്ച അതേ ബോണ്ട് എനിക്ക് വീണ്ടും വാങ്ങിക്കാനായിട്ടുള്ള അവസരം ചിലപ്പോൾ എനിക്കുണ്ടാവും. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എനിക്കുള്ള ആ മച്യൂരിറ്റി വാല്യൂ ഞാൻ കണക്കിലെടുക്കുമ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന ഫാക്ടർ തീർച്ചയായിട്ടും ഞാൻ നോക്കേണ്ടതുണ്ട്. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന 100 രൂപയും നാളെ എൻ്റെ കയ്യിലിരിക്കുന്ന 100 രൂപയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന 100 രൂപയുടെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും നാളെ എൻ്റെ കയ്യിലിരിക്കുന്ന 100 രൂപയുടെ വാല്യൂ. കോവിഡ് സമയത്ത് പെട്രോളിൻ്റെ വില ഗണ്യമായി കൂടുന്നത് നമ്മൾ കണ്ടു. 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയും അതിൽ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്ന അവസ്ഥ കോവിഡിന് മുമ്പുണ്ടായിരുന്നു. അതായത് 76 രൂപ 75 രൂപയ്ക്കൊക്കെ ആളുകൾ പെട്രോൾ അടിച്ചിരുന്നു. ഇന്ന് അതേ 100 രൂപയ്ക്ക് നമുക്ക് 1 ലിറ്റർ തികച്ച് പെട്രോൾ കിട്ടത്തില്ല. അപ്പോൾ അത് ടൈം വാല്യൂ ഓഫ് മണി, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ ഈ പുനർനിക്ഷേപക റിസ്ക് എന്ന് പറയുന്നത്
ഞാൻ 3 വർഷം മുമ്പ് ഇട്ട 100 രൂപ 3 വർഷം കഴിഞ്ഞിട്ട് അത് എത്രയാണോ അതിൻ്റെ വാല്യൂ വരുന്നത്, അത് ഞാൻ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന റിസ്ക്, അത് ടൈം വാല്യൂ ഓഫ് മണി വെച്ചിട്ട് തന്നെയാണ് അത് കണക്കിലെടുക്കുക. അടുത്തത് ബുൾ ബെയർ മാർക്കറ്റ് റിസ്ക്. ഈ ബുള്ളും ബെയറും, കാളയും കരടിയും, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 മൃഗങ്ങളാണ്. ഈ ബുള്ളെന്ന് പറയുന്നത് കാള കുത്തുമ്പോൾ താഴേന്ന് മുകളിലോട്ടാണ് കുത്തുന്നത്, അപ്പോൾ താഴേന്ന് മുകളിലോട്ട്. അപ്പോൾ മുകളിലോട്ടുള്ള സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സിനെ, പോസിറ്റീവ് മൂവ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ഗ്രീൻ കളർ മൂവ്മെൻറ്റ്സിനെ സൂചിപ്പിക്കുന്നത് കാളയാണ്. കരടി എഴുന്നേറ്റ് നിന്ന് താഴോട്ട് കൈവച്ചിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് താഴോട്ടാണ് അതിൻ്റെ തല വെച്ചിട്ട് കടിക്കുക. അപ്പോൾ ഈ താഴോട്ട് മാർക്കറ്റ് പോകുമ്പോൾ അത് കരടിയെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ചുമല കളറിലാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ഒരു ബെയർ മാർക്കറ്റാണ് എന്ന് അഭിപ്രായം പറയാം. അല്ലെങ്കിൽ ടുഡേ ദ മാർക്കറ്റ് ഇസ് ബെയറിഷ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ബുള്ളിനെയും ബെയറിനെയും എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഈ അതിൻ്റെ അറ്റാക്ക് പാറ്റേണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ബുൾ ആൻഡ് ബെയർ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന വ്യതിയാനത്തെ സൂചിപ്പിക്കുന്ന റിസ്ക്കാണ്. അടുത്തത് മാനേജ്മെൻറ്റ് റിസ്ക്കാണ്. എന്താണ് മാനേജ്മെൻറ്റ് റിസ്ക്? മനുഷ്യർക്ക് തെറ്റുപറ്റാം, മനുഷ്യരെടുക്കുന്ന ഡിസിഷനും തെറ്റുപറ്റാം. ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻ അത് കസ്റ്റമേഴ്സിനെ ബാധിക്കാം, അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ ബാധിക്കാം, അവർ നിലനിൽക്കുന്ന ചുറ്റുപാടിലുള്ള കമ്മ്യൂണിറ്റിയെ ബാധിക്കാം, അവരുടെ എംപ്ലോയീസിനെ ബാധിക്കാം. അപ്പോൾ ഒരു തെറ്റായ ഡിസിഷന് റിപ്പിൾ ഇഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് മാനേജ്മെൻറ്റ് റിസ്ക് കൊണ്ട് സൂചിപ്പിക്കുക. നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ഘടകങ്ങളാണ് സൂചിപ്പിക്കുക. ഇസ് ദാറ്റ് പ്രിവെൻറ്റബിൾ? യെസ്. യു ക്യാൻ റീപ്ലേസ് ദ മാനേജ്മെൻറ്റ് വിത്ത് എ ബെറ്റർ പേഴ്സൺ ഹു ക്യാൻ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. ഡീഫോൾട്ട് റിസ്ക് എന്നാൽ എന്ത്? നിലനിൽക്കുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻഹറൻ്റ് ആയിട്ടുള്ള റിസ്കിനെ അല്ലെങ്കിൽ ഇന്നേറ്റ് ഇന്നേറ്റ് റിസ്കിനെ ആണ് ഡീഫോൾട്ട് റിസ്ക് കൊണ്ട് സൂചിപ്പിക്കുക. ഏതൊരു റിസ്ക് ഫാക്ടറിൻ്റെ ഘടകം നമ്മൾ എടുക്കുകയാണെങ്കിലും അത് നിലനിൽക്കുന്ന ഒരു റിസ്കിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗം മാത്രമാണ് ഡീഫോൾട്ട് റിസ്ക്. റിസ്ക് എക്സിസ്റ്റ്സ് ആസ് എ ഡീഫോൾട്ട് ഫാക്ടർ. ഞാൻ ഹെൽമെറ്റ് ഉപയോഗിച്ച് വണ്ടിയുടെ റോഡിൻ്റെ സൈഡിൽ കൂടെ നിയമങ്ങൾ പാലിച്ചു പോയാലും എനിക്ക് റിസ്ക് കുറയ്ക്കാനേ പറ്റത്തുള്ളൂ, റിസ്ക് ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ കറക്റ്റ് നേരെ വാ എന്നുള്ളൊരു രീതിയിൽ പോയാൽ പോലും ഇങ്ങോട്ട് വേറെ വണ്ടികൾ വന്നിടിച്ച് നമ്മളെ താഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവസാനമായി എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. ഈ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നതിന് വേറൊരു പര്യായ പദപ്രയോഗം കറൻസി റിസ്ക്കാണ്. ഈ എക്സ്ചേഞ്ച് റേറ്റ് റിസ്കിൻ്റെ പ്രത്യേകത ആഗോള നാണയ വിപണിയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്നു. അതായത് കറൻസി റേറ്റ്സിൽ ഇപ്പോൾ ഡോളറിൻ്റെ റേറ്റ് റുപ്പിക്കെതിരെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഡോളർ വാങ്ങിച്ചു വെച്ചവർ അത് വിൽക്കുകയാണെങ്കിൽ അവർക്ക് ഗെയിൻസ് ആണുള്ളത്. നേരെ മറിച്ച് റുപ്പിയാണ് വാങ്ങിച്ചു വെച്ചിരുന്നതെങ്കിൽ ആ സമയത്ത് അവർക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് റിസ്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? എല്ലാം ഡോളർ വാങ്ങിക്കേണ്ട, എല്ലാം റുപ്പിയും വാങ്ങിക്കേണ്ട. കാരണം ഈ 2 കറൻസികൾ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. അപ്പോൾ കറൻസികളുടെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള ചാർട്ട്സ് ഉണ്ട്. അത് നോക്കിയിട്ട് എനിക്ക് ഇത്ര രൂപയുണ്ട്, അതിൽ കുറച്ച് ഞാൻ ഇതിൽ നിക്ഷേപിക്കാം, ഡോളറിൽ നിക്ഷേപിക്കാം. എന്തുകൊണ്ട്? കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഡോളറിൻ്റെ അവസ്ഥ മെച്ചപ്പെട്ട് വരികയാണ്.
ആഗോളതലത്തിൽ അതിനെ സാധൂകരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അടുത്ത 3 മാസത്തേക്ക് ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഡോളർ വാങ്ങിച്ചു വയ്ക്കുന്നതിൽ അർത്ഥമുണ്ട്. ഇത് ഡെറിവേറ്റീവ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഈ കോൺസെപ്റ്റ് ഓപ്ഷൻസ് ട്രേഡിങ്ങിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡെറിവേറ്റീവ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആമുഖമായിട്ട് റിസ്കിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്.